എല്ലാവർക്കും നമസ്കാരം. ഉറിയിൽ കൊണ്ടുവന്ന ഈ 4 മൺചട്ടികളിൽ നിന്നും പുകയുരുന്ന് കണ്ടില്ലേ? ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. കോയമ്പത്തൂർ ട്രെയിനിങ്ങിന് വന്നതാണ് കേട്ടോ. ട്രെയിനിങ്ങിനെല്ലാം ശേഷം വൈകുന്നേരം സുഹൃത്തുക്കൾക്കൊപ്പം സിറ്റി കാണാനായിട്ട് ഇറങ്ങിയതാണ്. സിറ്റി കണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാകണം ഭക്ഷണം എന്നുള്ള ചെറിയൊരു തർക്കത്തിനൊടുവിൽ ഞങ്ങൾ കണ്ടെത്തിയത് കേരളത്തിലൊക്കെയുള്ള കോപ്പർ കിച്ചൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. അവിടെ നിന്ന് ആദ്യം ഞങ്ങൾക്ക് കിട്ടിയതാകട്ടെ നാട്ടുകോഴിയുടെ സൂപ്പ്. കുറച്ച് എരിവ് അധികമായിരുന്നെങ്കിലും സൂപ്പിൽ ചിക്കൻ്റെ കഷ്ണമൊക്കെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അതിനുശേഷം ഒരു സീസർ സലാഡ്. അതിനുശേഷമാണ് 4 തരം വിഭവങ്ങൾ. കേരളത്തിൽ ഞങ്ങൾ മുമ്പേ കഴിച്ച് ശീലിച്ചിട്ടുള്ള വിഭവം തമിഴ്നാട്ടിലെത്തുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അത് ഓർഡർ ചെയ്ത്. ഈ ഉറിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് 4 തരം വിഭവങ്ങളാണ് മൺചട്ടിയിലുള്ളത്. ഈ 4 തരം വിഭവങ്ങൾ ഏറ്റവും പ്രധാനമാകട്ടെ പാൽക്കപ്പയിൽ ഫിഷ് പാൽക്കപ്പയാണ്. അതിനുശേഷമുള്ള മറ്റൊരു ചട്ടിയിലുള്ളത് കിഴിപ്പൊറോട്ട, അത് ചിക്കൻ കിഴിപ്പൊറോട്ടയാണ്. മറ്റൊരു ചട്ടിയിലാകട്ടെ നെയ്ച്ചോറും മട്ടൻ കറിയും. മറ്റൊരു ചട്ടിയിൽ ലാസ്റ്റ് ചട്ടിയിലുള്ളതാകട്ടെ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഓരോന്നായിട്ട് ഞങ്ങൾ രുചിച്ച് അറിയാം എന്ന് തന്നെ വിചാരിച്ചു. ആദ്യമേ ഞങ്ങൾക്ക് ഇട്ട് തന്നത് ഫിഷ് പാൽക്കപ്പയാണ്. ഞങ്ങൾക്ക് ഈ 4 വിഭവങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ ഫിഷ് പാൽക്കപ്പ തന്നെയാണ്. കാരണം നല്ല തേങ്ങ അരച്ച് കറി വെച്ച ഫിഷ് കറി, അതും നല്ല നെയ്മീനാണ്. അത് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അതും ഈ പാൽക്കപ്പയുടെ രുചിയും നന്നായിട്ട് പുട്ടുപോലെ വേകുന്ന ഒരു കപ്പയാണ്. തമിഴ്നാട്ടിൽ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും അറിയത്തില്ല, അത്ര നല്ല കപ്പ. ഇതും ഈ ഫിഷ് കറിയും കൂടി ആയപ്പം ഒരു അപാര കോമ്പിനേഷനാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾക്ക് തന്നത് കിഴിപ്പൊറോട്ട, ചിക്കൻ കിഴിപ്പൊറോട്ടയാണ്. കുഴപ്പമില്ല, ഒരുവിധം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കിഴിപ്പൊറോട്ട പോലെ തന്നെയാണ്. അതിനും മേലെ മേന്മയുണ്ട്, അതിലും മേലെ രുചിയുണ്ടെന്നൊന്നും പറയാനില്ല, എങ്കിലും കുഴപ്പമില്ല. മൺചട്ടിയിൽ വാഴയില വെച്ച് അതിലൊരു ലെയർ പൊറോട്ട വെച്ച് ചിക്കൻ്റെ കറി ഒഴിച്ച് വീണ്ടും ഒരു ലെയർ പൊറോട്ട വെച്ച് വീണ്ടും ചിക്കൻ്റെ കറി അതിനകത്ത് വെച്ച് ആവിയിൽ കുറേ നേരം മൺചട്ടിയിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ടാണ് കിഴിപ്പൊറോട്ട തയ്യാറാക്കുന്നത്. അതിനുശേഷം 3ാമത്തെ മൺചട്ടിയിൽ നിന്നും ഞങ്ങൾക്ക് തന്നത് നെയ്ച്ചോറും നന്നായിട്ട് വെന്ത് മസാലയൊക്കെ ചേർന്ന മട്ടൻ കറിയുമാണ്. നന്നായിട്ട് വെന്ത മട്ടൻ, അതിൻ്റെ എല്ലിൽ നിന്ന് വരെ മജ്ജ വേണമെങ്കിൽ വലിച്ചെടുക്കാം. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ മാനേജർ കൂടിയായ സഞ്ജീവ് സാർ അത് എടുക്കുന്നതിന് ശേഷം എനിക്ക് കിട്ടിയ മട്ടൻ്റെ പീസിൽ നിന്നും അതിൽ നിന്ന് കിട്ടിയ എല്ലിൻ്റെ കഷ്ണത്തിൽ നിന്നും ഞാനും എടുക്കാൻ നോക്കി മജ്ജ, പക്ഷേ ശ്രമമൊക്കെ വെറുതെയായി. അതിനുശേഷം അവസാനമായിട്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി. ഞാനൊരു മലബാറുകാരനായതുകൊണ്ട് പറയുകയാണ്, എനിക്ക് മലബാറിലെ ബിരിയാണിയുടെ അത്രത്തോളം വേറൊരു ബിരിയാണി ഇഷ്ടമില്ല. ഏതായാലും നിങ്ങൾക്കും കോയമ്പത്തൂരത്തേക്ക് കോപ്പർ കിച്ചണിൽ പോകാം. എല്ലാവരിലേക്കും സന്തോഷത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ഷെഫ് എമിൽ ഫിലിപ്പ്.